വയനാട് പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർക്ക് മർദ്ദനം. ഡോക്ടർ ജിതിൻ രാജിനെയാണ് രോഗിക്കൊപ്പം വന്നയാൾ മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പുൽപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. സഹപ്രവർത്തകയായ വനിതാ ഡോക്ടറോട് രോഗിക്കൊപ്പം വന്നയാൾ കയർത്ത് സംസാരിച്ചത് ജിതിൻ ചോദ്യം ചെയ്യുകയായിരുന്നു. അവർ പിടിച്ചത് മുഴുവൻ എൻ്റെ കഴുത്തിലേക്കാണ്. കുറച്ചു നേരമെങ്കിലും അവിടെ മാറി നിന്ന് ചോക്കായി പോയനെ. രണ്ടുപേരും മാറി മാറി ഉപദ്രവിക്കുകയായിരുന്നു. ഇതാ ഈ ഉള്ള മുറിവ് അപ്പം ഉണ്ടായതാണ്. കയ്യിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഉള്ളിലെ മുറിവ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. കയ്യിൽ മുറിവുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു ഹാർട്ട് ഇഷ്യൂ ഉള്ള ഒരാളാണ്. ഇവിടേക്ക് തന്നെയാണ് ചവിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതങ്ങനെ വെച്ച് വർദ്ധിക്കാൻ പറ്റുന്നതല്ല. എന്ത് കാര്യത്തിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? പലതവണ പറഞ്ഞു. ഇവിടെ DMO അടക്കം അതോറിറ്റി അടക്കം ഇത് മോശമാക്കാനല്ല നന്നാക്കാൻ നോക്കിയിട്ടില്ലേ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഡോക്ടറെ മർദ്ദിച്ചത്. പരിക്കേറ്റ ജിതിൻ രാജ് ചികിത്സ തേടി. കഴിഞ്ഞ റിസൾട്ടുകൾ വീണ്ടും റീചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ആ സെയിം ബൈസ്റ്റാൻഡർ തന്നെ ഡോക്ടർ ജിതിനെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ ജിതിൻ ക്യാഷ്വാലിറ്റിയിൽ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പോയി കണ്ടോളാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കുന്നത് ഡോക്ടറുടെ ഒരു കൂട്ടം ഈ ബൈസ്റ്റാൻഡർ കൈയേറ്റം ചെയ്യുന്നതായിട്ടാണ്. ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്കും അയാൾ അവിടെ ഡോക്ടറിനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പുൽപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർക്ക് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിനും DMOയ്ക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള അക്രമമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഡോക്ടർ ജിതിൻ രാജിനെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഹോസ്പിറ്റലിൽ പുറത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.